Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോ ഇന്നായിരുന്നു ആ സ്പെഷ്യൽ ഡേ, ആൻസൂട്ടന്റെ 2012 മെയ് 9 ആൻസൂട്ടന്റെ ജന്മദിനമാണ് സുഹൃത്തുക്കളെ. ഇന്ന് എല്ലാ വർഷവും രാവിലെ സർപ്രൈസ് ഒക്കെ കൊടുക്കണത്. പക്ഷേ ഇതാണ് സർപ്രൈസ് ഒക്കെ ചീറ്റി പോയി. പിന്നെ നമ്മളെ എന്നും ചെയ്യുന്നത് പോലെ നമ്മളിതാ ആൻസൂട്ടനെ അടിമ വെക്കാനായിട്ട് പോവുകയാണ്. ഒരു നേർച്ചയാണ് കേട്ടോ. ക്രിസ്ത്യാനികൾക്കിടയിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ ഏതെങ്കിലും ഒരു പുണ്യാളനോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ദൈവങ്ങൾക്ക് അടിമ വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് എല്ലാ ക്രിസ്ത്യാനികളുടെ എല്ലാ സഭയിലുള്ള കാര്യമാണ് അടിമപ്പണം കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ 10-20 രൂപയും കണ്ടേ ഉള്ളൂ കേട്ടോ അടിമപ്പണം. അപ്പം അത് നമ്മൾ കൊടുക്കാനായിട്ട് അരുവിത്തുറ സെന്റ് ജോർജ് ചർച്ചിലേക്ക് പോവുകയാണ്. അരുവിത്തുറ പള്ളി എന്ന് പറയുന്നത് തോമസ് ലീഹ വന്ന് നേരിട്ട് സ്ഥാപിച്ച ഒരു പള്ളിയാണ്. അരുവിത്തുറ പള്ളി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ അരുവിത്തുറ പള്ളിയെക്കുറിച്ച് തന്നെയായിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, അതിന്റെ സകല ഹിസ്റ്ററിയും പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പൊ ആൻസൂട്ടനെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ ആൻസിന് ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ ഒരു ഉടുപ്പാണ് കേട്ടോ ആൻസൂട്ടന് ഇട്ടിരിക്കുന്നത്. അപ്പൊ പുതിയ ഉടുപ്പിന്റെ ആവശ്യമേ ഇല്ല. പിന്നെ അത് ഒപ്പിച്ചുകൊണ്ട് ഞാനും ചേട്ടനും ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോവുകയാണ്. ഇപ്പൊ എനിക്ക് ഷുഗർ ലെവലും പ്രഷർ ലെവലും ഒക്കെ എനിക്ക് തീരെ താന്നിട്ട് ആകെപ്പാടെ ഒരു കൊഴാന്ന് കുഴഞ്ഞ അവസ്ഥയാണ്. പിന്നെ ഇത് ചുമ്മാ ഒരു ലുക്കിന് വെച്ചതാട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇത്ര നേരം അവന്റെ മോന്തായത്തിലായിരുന്നു. ഇവരെ സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നതല്ല. നീ പറ. ആദ്യമായിട്ടാണ് ഇവന്റെ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഇവന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, കാർത്തിക്. ഇവരെല്ലാവരും കാർത്തിക്കിനെ വിളിക്കുന്നത് ഐസക് എന്നാട്ടോ. അവന്റെ തലയിൽ എന്തോ തേങ്ങയാണോ ചാടിയെന്ന് അറിയാൻ പാടില്ല. ഐസക് ന്യൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. നല്ലൊരു ചർക്കൊക്കെ വെച്ചാണ്. അപ്പൊ അവൻ പറഞ്ഞു, എന്നാ ആൻസിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് ആഘോഷിക്കുന്നത്, ഏത് സമയത്താ ആൻസ് ഉണ്ടായി, ആ സമയത്താണോ കേക്ക് കട്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു എന്നടാ കാര്യം. അല്ല, ഞങ്ങൾ അവന് വേണ്ടിട്ടൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ പിള്ളേരുടെ സർപ്രൈസ് ഒക്കെ മേലെ നിറച്ച് പടക്കമൊക്കെ കെട്ടി വെച്ച് കത്തിക്കണമൊക്കെ. അതാ പറഞ്ഞ, എന്നാന്നും പറയാൻ പറ്റത്തില്ല. അവസാനം അവന്മാരെല്ലാം മടല് വെട്ടി അടിക്കേണ്ട അവസ്ഥ വരുമെന്ന് അറിയാൻ പറ്റത്തില്ല എന്റെ സ്വഭാവത്തിൽ. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് നമ്മളെപ്പോഴാ കേക്ക് മുറിക്കണേന്ന് അറിയത്തില്ല. അപ്പം വോട്ടൊക്കെ വന്നിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകാം. പിന്നെ അവന് ഞാനൊരു ഗിഫ്റ്റ് ഞാൻ ഓൺലൈനിലൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫുട്ബോള്. അത് ഞാൻ എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാ, നല്ല ഫുട്ബോൾ പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു കൊടുക്കാന്ന്. അതിപ്പം വരുന്നതേ ഉള്ളൂ, അതൊന്നും എനിക്കറിയില്ല. അപ്പം നിവ്യ. അപ്പൊ നമ്മള് അല്ലാതെ ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഇവനെ കടയിൽ കയറ്റാതെ പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ വർഷവും അന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നല്ലോ. അപ്പൊ എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നുള്ളതായി ആൻസൂട്ടൻ. അപ്പൊ ഇവൻ എനിക്ക് എല്ലാ വർഷവും ഒരു സാരിയൊക്കെ വാങ്ങി തരാറുള്ളതാണ്. അപ്പൊ ഈ വർഷം ഗിഫ്റ്റാണ് വാങ്ങിച്ചെന്നെ. വേണ്ട, നിന്നെ ഗിഫ്റ്റ് വാങ്ങാൻ വിടാൻ ശരിയാവൂല. ഒരിക്കൽ ഞാൻ ഇവനെ ഗിഫ്റ്റ് വാങ്ങിച്ചു വിടാൻ കയറ്റി വിട്ടിട്ട് ഇവൻ കളിപ്പാട്ടം തപ്പയാടുന്ന ടീമാണ്. നിനക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലടാ. എടാ ഇടമറക്ക് പള്ളി. ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചിട്ടാണ് വാങ്ങിച്ചെന്നെ. ഒരു ദിവസം വാങ്ങിച്ചെന്ന പൊട്ടും ക്യൂടെക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ അരുവിത്തറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോ മിണ്ടാൻ പാടില്ല എന്നൊക്കെ ചേട്ടൻ പറയുന്നത് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വണ്ടി ഓടിക്കുമ്പോ അരുവിത്തറ റോഡ് അടിപൊളിയാണ് കേട്ടോ. അതുകൂടാതെ ഈ ഭാഗത്തെല്ലാം അപകടങ്ങൾ ഒത്തിരി നടന്നിട്ടുള്ളത്. ഒരു കൊല്ലം മുമ്പ് കണ്ടിട്ട് മറുക റോഡിൽ ഒരു പയ്യനൊക്കെ മരിച്ചു പോയതാ, ബൈക്ക് ആക്സിഡന്റ്. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിൽ നിന്റെ ബർത്ത്ഡേ മൊത്തം ഉൾക്കൊള്ളിക്കാനുള്ളത്. അപ്പൊ നമ്മള് പള്ളിയിൽ ചെന്നിട്ട് എടുക്കാം. ഒന്ന് വേഗം പാടിക്കും.
ഇനിയിപ്പൊ കളിയാക്കുമായിരിക്കും ഷുഗർ കുറവാന്നും പറഞ്ഞു. ഷുഗർ കണ്ടോ എടാ എനിക്ക് ഷുഗർ ഇല്ല. കണ്ടോ പറ്റുമോ? ഇപ്പൊ നമ്മള് അരുവിത്തറ പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് പോകാം. ഇതാ നമ്മളങ്ങനെ അരുവിത്തറ പള്ളിയിലെത്തിയേ. പള്ളിയുടെ ഒരു അകലേന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അടുത്ത് ചെന്നാൽ ഇത്രയും ഇതിൽ കിട്ടത്തില്ല. നമ്മൾ വന്നതേ ആദ്യ വെള്ളിയാഴ്ചയാ, ഒരു മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. അന്നാണെങ്കിൽ ഇവിടെ പ്രത്യേക കുമ്പസാരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഭയങ്കര ഇതാണ് കേട്ടോ അരുവിത്തറ പള്ളിയിൽ. അപ്പോൾ ഇതാ അരുവിത്തറ പള്ളിയുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈശോയുടെ രൂപമാണ്. പിന്നെ നടുക്കായിട്ട് അരുവിത്തറ വല്യച്ഛൻ, അതായത് നമ്മുടെ ഗിവർഗി സഹദ, നമ്മുടെ സ്വന്തം ഗിവർഗി സഹദ. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു വിഷയത്തിനാണ് കേട്ടോ. ചേട്ടൻ്റെ മാനസികയുടെ മെഴുകുതിരി വാങ്ങാൻ ദായിലങ്ങ് പോയേ. അപ്പം നമ്മളിതാ അടിമ പൈസയൊക്കെ കൊടുത്തു. അരുവിത്തറ പള്ളിയിൽ വന്ന് കഴുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആൻസൂട്ടനാണെങ്കിൽ നേർച്ചയപ്പമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആൻസൂട്ടിന് നേർച്ചയപ്പമൊക്കെ വാങ്ങിച്ചെടുത്ത് ആൻസൂട്ട് ഹാപ്പി ആയിട്ട്. അപ്പോൾ അത് അരുവിത്തറ പള്ളിയും ഫ്രണ്ടിൽ നിന്ന് ശരിക്കും നോക്കുമ്പോൾ അത് അരുവിത്തറ പള്ളിയുടെ ഏറ്റവും മുകളിൽ കാണുന്ന തിരുസ്വരൂപമാണ് കേട്ടോ. ഈശോയുടെ തിരുസ്വരൂപമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇരാറ്റുപേട്ട എന്ന ഗ്രാമത്തെ ഒരു കൊച്ചു നഗരമാണ് കേട്ടോ. അതിനെ മൊത്തം അനുഗ്രഹിച്ച് നിൽക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗിവർഗി സഹദായുടെ അരുവിത്തറ വല്യച്ഛൻ്റെ ഒരു ഫോട്ടോയും, പിന്നെ ഏറ്റവും താഴെയായിട്ട് മാതാവിൻ്റെ ഒരു രൂപവും ഒക്കെ ആയിട്ട് കാണാനായിട്ട് കഴിയും. അപ്പം നമ്മളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അരുവിത്തറ പള്ളി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മളെ വീഡിയോയിൽ കാണുമ്പോഴാണ് എത്ര ദൂരേക്ക് തോന്നുന്നത്, പക്ഷെ നമ്മൾ നേരെ നോക്കുമ്പോൾ നല്ല അടുത്തായിട്ട് കാണുന്നത്. അരുവിത്തറ പള്ളിയും കെട്ടിടങ്ങളും പാക്കറ്റ് നേർച്ചപ്പം വാങ്ങിയ പക്ഷേ പള്ളിയുടെ വാതൊക്കെ ഒരു ചേച്ചി ഒരു കുഞ്ഞുവാവേനെ കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ധർമ്മത്തിന് ഇരിക്കുന്നതാ. അപ്പോൾ മാനസൂട്ടനാണ് ഇങ്ങനെയുള്ള ആളുകൾ കാണുമ്പോഴെല്ലാം പൈസ കൊടുക്കാൻ തോന്നും. അത് ചെറുപ്പത്തിൽ എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് മലയക്കുരിശുപള്ളിയിലേക്ക് കൊടുക്കാനായിട്ട് കുറേ ചില്ലറ പൈസയൊക്കെ കൂട്ടിയിട്ട് ഞാൻ വന്നു. മലയക്കുരിശുപള്ളിയുടെ താഴെ ഒരുപാട് ഭിക്ഷക്കാരിങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. അമ്മച്ചി എന്നെ വിളിച്ചോണ്ട് വേഗം പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുറേ കരഞ്ഞു. എന്നിട്ട് 8-ാം മഠത്തിന് വന്ന് പിന്നെ അവിടെ കൊടുത്തിട്ട് പോയി. അങ്ങനെ ഞായറാഴ്ച വന്നിട്ട് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ചെറിയ പിള്ളേരായിരിക്കുമ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ മാനസകൂട്ടനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു പാക്കറ്റ് നേർച്ചയപ്പോൾ 50 രൂപയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് ചേച്ചിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ചേച്ചിക്ക് അത് കൊടുത്തിട്ട് പോകണം കേട്ടോ. ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, ഒരു അധികം പ്രായമൊന്നുമില്ല, ഒരമ്മയും കുഞ്ഞും. പിന്നെ ഈ വഴി നേരെ പോകുന്നത് അങ്ങ് പാലായ്ക്ക്, ഇങ്ങനെ പോകുന്നത് നമ്മളെ തൊടുപുഴയ്ക്ക്. തൊടുപുഴയെന്ന് വരുമ്പോൾ നമ്മൾ 2 പാലം കടന്ന് ഈരാറ്റുപേട്ട എത്തിക്കഴിയുമ്പോൾ 2 പാലം കഴിഞ്ഞാണ് നമ്മുടെ ഈരാറ്റുപേട്ട പള്ളി. പിന്നെ ഇത് അങ്ങ് നേരെ കാണുന്ന മലയൊക്കെ അങ്ങ് ഇലിക്കൽ കല്ലിൻ്റെ ഒക്കെ ഭാഗമാണ്. നേരെയായിട്ട് കുറേ മലകളൊക്കെ കാണാവേ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അജ്മിയുടെ ഇതുണ്ട് കേട്ടോ, ഫാക്ടറി ഉണ്ട്. അപ്പം അജ്മിയുടെ ഗോഡൗണും അതുപോലെ തന്നെ അജ്മിയുടെ ഉൽപ്പന്നങ്ങൾ, അജ്മി പുട്ടുപൊടി, അജ്മി അപ്പം പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയുണ്ട്. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് നേരിട്ട് വാങ്ങുമ്പം ഒരുപാട് കാശിന് ഒത്തിരി വ്യത്യാസം വരും, ലാഭത്തിൽ കിട്ടും നമുക്ക്. അപ്പം അവരുടെ തന്നെ ഫാക്ടറിയിൽ നിന്ന് എടുക്കുമ്പം. അതുപോലെ തന്നെ അജ്മിയുടെ വീട് യാൻസൂട്ടനെ എന്നെ കാണിച്ചു തന്നത്. അതെവിടെയാണ് അജ്മിയുടെ വീട്? ഇതേടാ ഇല്ലിക്കൽ കല്ല് കാണാനുണ്ടോ നേരെ ഫ്രണ്ടിലാണ്. അപ്പം എനിക്കറിയില്ല, ഇന്ന് എനിക്ക്
അജ്മിയുടെ അവരുടെ വീട്. ഞാൻ ഇന്നത് കണ്ടത്. ഭയങ്കര ഒരു സാധാരണ ഒരു പാവപ്പെട്ടന്റെ വീട് പോലെ ഇരിക്കുന്നത്. ഇല്ലിക്കൽക്കല്ല് കറക്റ്റ് ആയിട്ടാണ് ഒരു പെണ്ണിങ്ങനെ മുടി അടിച്ചിട്ട് കിടക്കുന്നത്. അതുപോലെയാണ് ഇല്ലിക്കൽക്കല്ല്. ഓരോ സ്ഥലപ്പേരാ. എവിടെടാ അജ്മിയുടെ വീട്? എടാ നേരെ ഫ്രണ്ടിലല്ലേ ഇല്ലിക്കൽക്കല്ല് കാണാം കേട്ടോ. ഞാൻ സൂം ചെയ്ത് വെച്ചപ്പോ ഇല്ലിക്കൽക്കല്ല് കാണാതെ പോയി. മരങ്ങളൊക്കെ കാരണം. ഇവിടെ എങ്ങടെ ലക്ഷ്മിയുടെ വീട്? ഇതല്ല അത് കഴിഞ്ഞു പോന്നോ? അവരുടെ ഫാക്ടറി ഇതാ. ഇത് ഫാക്ടറി. അപ്പൊ വീട് കഴിഞ്ഞു പോന്നടാ. ഇത് ഫാക്ടറി. ഇതല്ല ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലേ? അപ്പൊ വീട് കഴിഞ്ഞു. ഏത്? ആ ഇതാണോ വീട്? ഇത് അതാ പൊങ്ങിക്കണേ. ഇതാണ് കേട്ടോ അജ്മിയുടെ അവരുടെ വീട്. അതാണ് അജ്മി അവരുടെ വീട്. ഇവിടെ കണ്ടല്ലോ ഫാക്ടറി. മുസ്ലിം പള്ളി കഴിഞ്ഞു പോന്നു. ഞാനും അവിടെ ഒരു പള്ളി കണ്ടു. ഇല്ലിക്കൽക്കല്ല് മാറാ. ഞാൻ ഇല്ലിക്കൽക്കല്ല് എടുക്കട്ടെടാ. ആ മരത്തിന്റെ തൊട്ട് പുറകിലുണ്ട് ഇല്ലിക്കൽക്കല്ല്. മാറ എന്നെ തൊടല്ലേ. ഇല്ലിക്കൽക്കല്ല് ഇതാണ് മുസ്ലിം പള്ളി. ആ മുസ്ലിം പള്ളിയുടെ ബാക്കിലായിട്ട് ഇല്ലിക്കൽക്കല്ല് കാണാൻ പറ്റുമായിരുന്നു. അതാ കാണുന്നു. ഇനിയിപ്പോ ഇല്ലിക്കൽക്കല്ല് കാണാൻ പറ്റും. അങ്ങനെ പോവരുത് കേട്ടോ. അതെ ഇതാണ് അജ്മി ഫാക്ടറി ഒക്കെ. കണ്ടോ അജ്മി ഫുഡ് ഫാക്ടറി. അജ്മി ഫുഡ് ഫാക്ടറി അതുപോലെ തന്നെ അജ്മിയുടെ ഗോഡൗണ്. ഇൻസ്റ്റൻ്റാടാ പാലപ്പം. അത് ഒരെണ്ണം എടുത്തോ. മല്ലിപ്പൊടി എടുക്കണം. ചെമ്പ പുട്ടുപൊടി. വേണോ? മട്ട ബ്രോക്കൺ റൈസ് പൊടിയരി. മട്ടായാണോ വേണ്ടത്? മട്ടയരി. ഇതെന്തോ വരുവാ? ഇതെടുത്തോന്നോ? 1 കിലോ എടുത്തോ. നല്ലതല്ലേ പൊടിയരി. എന്നാടാ? ഫിഷ് പിക്കിളല്ല. എന്നാ റേറ്റ് അതിന്? നോക്കിക്കേ. മീനച്ചാറ് എടുത്തോ. ഇതും കൂടെ എടുത്തോടാ. വെളുത്തുള്ളി അച്ചാറ് നല്ലതാ. സ്നാക്സ് ഒന്നും വേണ്ട. ഒരു ഫിഷ് മസാല വേണം. അത് വലുതായിരുന്നല്ലേ. മീറ്റ് മസാല, ഫിഷ് മസാല. മഞ്ഞൾപ്പൊടി കൊടുത്തോ? മഞ്ഞൾപ്പൊടി ഇല്ല കേട്ടോ. ജീരകപ്പൊടി.
അച്ചാറോടെ എടുത്തോ, അച്ചാർ ഇടേണ്ട വന്നാലോ. ആ ഇത് പോരെ, അത് വേണം ചേട്ടാ. ചെമ്പാ പുട്ടുപൊടി, ചെമ്പാ പുട്ടുപൊടി അതെടുത്തിട്ടുണ്ട്. ദാജിമിയുടെ വണ്ടിയൊക്കെ ഇറങ്ങിപ്പോകുന്നത് കണ്ട്. ഇപ്പം നമ്മൾ കുറേ പൊടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി പൊടികൾ വാങ്ങി, വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാ പൊടികളും കിട്ടി. കുറേ വാങ്ങിയില്ലടാ നമ്മൾ. ശരിക്കും അജുമി പുട്ടുപൊടി എന്നാണ് ഇവർ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതാ പുട്ടിൻ്റെയൊക്കെ പടങ്ങൾ കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ദേടാ നോക്കിക്കേടാ. അപ്പോൾ അത് അജുമിയുടെ ഫാക്ടറി ഇതാണ് കേട്ടോ, അജുമി ഫ്ലോർ മിൽസ്. ഇവിടെയാണ് ഈ പൊടികളെല്ലാം പൊടിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർ നേരത്തെ തന്നെ ഷോപ്പ് പൂട്ടി. ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്, അപ്പം അത് പൂട്ടിയിട്ട് ഇറങ്ങാനാ. ആ ഫ്രണ്ടിൽ. അപ്പം ഇത് ഫുള്ള് അങ്ങനെയാട്ടാ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ളത് കേക്കയോ, ഇത് വേറെ ഒരു കമ്പനിയാണ്. കെ കെ പുട്ട്, പുട്ടുവണ്ടി എന്നും പറഞ്ഞൊരു വണ്ടിയുണ്ട് അവർക്ക്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അജ്മി വേബ്രിഡ്ജ്. മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന. ബാക്കി അറിയാൻ പാടില്ല. ഭൂമി അമ്മയാണ് നമ്മുടെ ഭൂമി മാതാവ്. ഭൂമിയെ തൊട്ട് വണങ്ങിയിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാൻ. ഭൂമിയെ തൊടാൻ പറ്റില്ലല്ലോ. അതിന് നമ്മള് നടക്കണ മണ്ണല്ലേ ഭൂമി. ഭൂമിയെ തൊടാൻ പറ്റില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മലങ്കര എസ്റ്റേറ്റ്. ഇവിടെ റബ്ബർ ആയിരുന്നു, റബ്ബർ വെട്ടിയിട്ട് ഇപ്പൊ ഇവിടെ കനാര അതായത് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇടവഴിയായിട്ട് റബ്ബർ തൈ നടുവായിരിക്കണം. ഇനിയിപ്പോ നടുവോ? അപ്പോ ഈ മലങ്കര എസ്റ്റേറ്റിൽ വന്ന സായിപ്പാണ് അങ്ങ് നായാട്ടിന് പോയിട്ട് ഇടുക്കി ഡാം പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. മലങ്കര എസ്റ്റേറ്റ് ഇവിടെയാണ്. മലങ്കര ഡാം ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ റോഡരികിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കരിക്ക് കണ്ടപ്പോൾ വണ്ടി നിർത്തി നമ്മൾ കരിക്കൊക്കെ വാങ്ങി. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടോ. പക്ഷെ ആൻസർ കിട്ടിയ കരിക്കിന് നല്ല മധുരം. എനിക്ക് കിട്ടിയാണ് വലിയ മധുരമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഉള്ളിൽ വലിയ തേങ്ങ ഉള്ളതൊന്നും വേണ്ട, ഇച്ചിരി വളവെള്ളന്നൊക്കെ ഇരിക്കുന്ന തേങ്ങ പളപളൂന്നൊക്കെ ഇരിക്കുന്നൊക്കെ മതി എന്ന് പറഞ്ഞാണ് ഞാനത് വാങ്ങിയത്. അപ്പൊ അതേ ആൻസൂട്ടന്റെ കരിക്കിന്റെ തേങ്ങ കൂടുതലുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാനതെന്താണെങ്കിലും ഒരു 2-3 കവള് കുടിച്ചിട്ടാണ് അവരോട്. എന്റെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും കുടിച്ചിട്ടാ എനിക്ക് തേങ്ങ കൊണ്ട് തന്നത്. അന്ന് നമുക്ക് രണ്ടുപേർക്ക് കൂടെ പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ ആ തേങ്ങയ്ക്ക് മധുരം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് പൊട്ടിച്ചാടാ എന്നാടാ. അതവിടെ വെക്ക, സീറ്റാ വെക്കടാ. ബർത്ത്ഡേ ബോയിനെ കൊണ്ട് ശരിച്ചു വെക്കല്ലേടാ. ആ സാരിയില്ല, നീ അങ്ങ് തുടച്ചാ മതി. കൂട്ടന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങളിത് അയോണയിൽ വന്നതാണ് കേട്ടോ. അയോണ നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് വാങ്ങുന്നതും ഞാൻ എൻ്റെ ഓർണമെന്റ്സ് വാങ്ങുന്നതെല്ലാം ഇവിടെ നിന്നാണ്. എൻ്റെ ജ്വല്ലറിയാണ് ഇവിടെ. അപ്പോൾ ആൻസൂട്ടറിന് എന്ത് വാങ്ങണതും അതെ ആൻസൂട്ടനാണ് ഇത് വിഷമം വന്ന അവസാനം ഞാൻ നോക്കിയിട്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി. അപ്പോൾ അവസാനം ഞാനൊരു ക്രീമും പിന്നെ ഒരു ഷാമ്പു എടുത്തപ്പോൾ ചേട്ടൻ പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. പക്ഷേ ആൻസൂട്ടന് എനിക്ക് എൻ്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ടോ പാവം. അതുകൊണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും കൂടെ വാങ്ങിയേക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഓൺലൈനിൽ നിന്ന് വാങ്ങുമല്ലേ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം എന്താണെങ്കിലും നമുക്ക് ഇനി പോകുമ്പോൾ വേറൊരു കടയിലും കൂടെ കയറി നോക്കണോ? വിഷമം വന്നോ? കരച്ചിൽ വന്നോ? കണ്ണൊക്കെ നിറഞ്ഞ മുഖമൊക്കെ വല്ലാണ്ടായേ. ഞാനതിൽ സാരമില്ല, ഞാൻ ഒത്തിരി നോക്കിയിടാം. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഒന്നും പിടിച്ചില്ല. തിരിഞ്ഞു നിൽക്കുന്നു. നേരെ നോക്കടാ. കണ്ണ് തുടയ്ക്കണടാ, കണ്ണ് തുടയ്ക്കണം. ഇനിയിപ്പം നമുക്ക് ഹോട്ടൽ ഹൈ റേഞ്ചിൽ കയറി ഫുഡ് കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. ഇങ്ങോട്ട് നോക്കാം. കണ്ണ് തുടച്ചോ? കണ്ണ് തുടച്ച എൻ്റെ മേത്ത് വന്ന് കണ്ണൊക്കെ തുടച്ച് ആൻസൂട്ടെ. ഇങ്ങ നോക്കാ വേടാ വലിയ ഇതാ എടുത്തോണ്ട് പോട്ടെ, പോലീസ് പിടിക്കാനാണ്. അപ്പോൾ അതെ ചേട്ടൻ്റെ അവിടെ ഉണ്ട് കേട്ടാ.
ഞാൻ ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നതാ നിന്റെ കയ്യിൽ എന്നാ ഇരിക്കണേന്ന് ഗസ് ചെയ്യാൻ എനിക്കറിയില്ല. വാ നീ അറിയാതെ ഒരു ഗിഫ്റ്റ് വാങ്ങി കാറെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങി നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പോൾ വെറുതെ എന്തിനാ അവന് ഇന്നത്തെ ദിവസം അതൊക്കെ കൊണ്ട് വെച്ച് ഇപ്പം കരഞ്ഞേ ഗിഫ്റ്റ് വാങ്ങണില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ അല്ല ഗിഫ്റ്റ് വാങ്ങിയില്ലാന്നേ നല്ലൊന്നും കിട്ടിയില്ലാന്നും പറഞ്ഞ് അവനെ ഇറക്കി വിട്ടില്ലേ. ആ ഗിഫ്റ്റ് ഒന്നും നല്ലത് വാങ്ങിയില്ലാന്നും പറഞ്ഞേ ഇങ്ങോട്ട് വാ. അത് സർപ്രൈസാ. അപ്പൊ ഇവന് വിഷമം വന്നിട്ട് കണ്ണു നിറഞ്ഞ് വെളിയിലിറങ്ങി എന്നിട്ട് ഗിഫ്റ്റ് ഫുഡ് അല്ല ഇവൻ എനിക്ക് വാങ്ങിച്ചല്ലോ. അത് പിന്നെ തന്നാ മതി. അറിയില്ല എന്തൊക്കെയാ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പാക്ക് ചെയ്തത് പൊട്ടിച്ച് കൊച്ചിന് മേടിച്ചു. ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതെന്നാന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം, അല്ലാതെ മുമ്പേ കാണിക്കില്ല. പിന്നെ പിന്നെ നിന്റെ ഇതിൽ നിനക്ക് ഒരു ചുരിദാർ മേടിക്കാൻ വണ്ടിക്കകത്ത്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഒക്ടോബർ 24. ഇന്നെ പ്രത്യേകിച്ച് പണ്ട് കല്യാണം കഴിച്ചതാ. എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അത് എന്തോ ആയിക്കോട്ടെ. അത് വീട്ടിൽ ചെല്ലുമ്പോൾ തരാം. അതല്ല വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പ തരാം. അതിന് മുമ്പ് ഞാൻ നോക്കരുത്, കാണിക്കില്ല. ഞാൻ പറഞ്ഞത് നീ അറിയാൻ തുടങ്ങി. നമ്മളെ ഗിഫ്റ്റ് വാങ്ങുവാണെങ്കിൽ അയോണേന്നേ വാങ്ങത്തുള്ളൂ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വാങ്ങി. അവിടെ കിട്ടാത്ത എന്ത് ഗിഫ്റ്റാണ് നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ കിട്ടുന്നത്. അപ്പൊ എന്നാ പാട് കേട്ടോ ഇവന് ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് ഓടിയത്. ചേട്ടാ ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിയിട്ടാ നമ്മള് ഗിഫ്റ്റ് വാങ്ങിച്ചത്. അതൊക്കെ കൊണ്ടുപോയി. അതൊക്കെ ഇവിടെ ഈ ഒരു മുതലാളിയുടെ നൈസായിട്ട് മുക്കാനായിട്ട് ഭയങ്കര ഇതാണ്. ബെൽറ്റ് എന്നാലും എന്റെ ആൻസൂട്ടാ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പറ്റോ പാട്. ദൈവം തമ്പുരാൻ അറിയാവുള്ളൂ. അതൊക്കെ എടുത്ത് നിന്റെ ഗിഫ്റ്റ് നീ പോലും എടുത്താ പൊങ്ങൂലാത്ത ഗിഫ്റ്റാണ്. ഇപ്പൊ നീ ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈസി ആയിട്ട് പൊക്കിന്നൊക്കെ പറയും. പക്ഷെ എന്റെ ആഗ്രഹം ആൻസൂട്ടൻ അതുപോലെ വന്നെന്നാ. അതൊക്കെ ഉണ്ടാണ് സൂട്ട വയ്യ. അവിടെ ഡ്രസ്സ് കിട്ടാൻ തുണിക്കടയാണോ അത്? എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലിരിക്കുക. ആൻസൂട്ടന്റെ ഡ്രസ്സ് എന്തായിരിക്കണം? പക്ഷേ ആൻസൂട്ടന്റെ ഗിഫ്റ്റ് എന്തായിരിക്കും? ഡ്രസ്സ് ഒന്നും അല്ലടാ. എടാ അയോണയിൽ എവിടെയാടാ ഡ്രസ്സ്? എടാ തുടരും മൂവി എനിക്ക് തുടരും കാണണോടാ. ഇങ്ങനെ വേണ്ടേ ഹോട്ട് ചോക്ലേറ്റോ? ഒരു ഹാഫ് ബിരിയാണി സിംഗിള് ഒരു ഫ്രൈഡ് റൈസ്. പിന്നെ എനിക്ക് ആവശ്യം എനിക്കൊരു ബിരിയാണി. അത് സിംഗിള്. ഇത് ഫുള്ള്. ഇത് ഫ്രൈഡ് റൈസ്. പിന്നെ അതിന് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ്. എനിക്ക് പൈനാപ്പിൾ. ഇവിടെ പൈനാപ്പിൾ. ബീഫ് ഫ്രൈ. പിന്നെ ബീഫ് ഫ്രൈ ഒന്ന്. ചേട്ടന് കറി വേണ്ടേ? ആ ഉണ്ട്. സോറി. ഹലോ പൊറോട്ട. എന്നാ ഫുള്ള് 5 പാപ്പേനെ കൊണ്ട് തീറ്റിക്കാം. ആ ഫുള്ള് കൊണ്ടുവരാം. ബാക്കിയുണ്ടെങ്കിൽ പാഴ്സൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഐസ് ക്യൂബ് അതിലേക്കിടല്ല. എന്നോ അപ്പം നമ്മളിതാ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ട്, ബീഫ് വാങ്ങിയിട്ടുണ്ട്,
പിന്നെ ബിരിയാണി, ഇവർ രണ്ടുപേരും ബിരിയാണി വാങ്ങി. ഒരു ബിരിയാണി തൊട്ടിട്ടില്ല. പിന്നെ അതേ നല്ല വെള്ളമുണ്ട്, പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്. പിന്നെ ആൻസ് എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന പപ്പ പറഞ്ഞേക്കണേ. പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്, പിന്നെ ഇതുണ്ട്, ഐസ്ക്രീമുണ്ട്, അച്ചാറുണ്ട്. അതും ഇന്ന് ഇവൻ്റെ ദിവസമാണെന്നാ പറഞ്ഞ. എല്ലാം ഉണ്ട്. എന്താണേലും അത് ഇട്ടില്ലേ ഇനിയിപ്പം 2025 മെയ് മാസം 9 തീയതി കൊച്ചിൻ്റെ ദിവസമാണ്. മെയ് 25 മെയ് 25 മെയ് 9 മെയ് 25 മെയ് 25 ഇവിടെ ചിലരുടെയൊക്കെ ബർത്ത്ഡേ ആണേ. ഈ ബിരിയാണി വാരി വാരി തിന്നുന്ന ചിലരുടെയൊക്കെ ബർത്ത്ഡേ ആണേ. എന്നടാ എങ്ങനെയുണ്ടറാ? ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടിയില്ലേ ഐസ് ക്യൂബ് ഇട്ടപ്പം? എനിക്ക് വയ്യ. അപ്പം അതേ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. നീ ഫോട്ടോ എടുക്കാൻ വന്ന ഭക്ഷണം കഴിക്കാൻ വന്ന വീഡിയോ എടുക്കാൻ ആളുകൾക്ക് കാണണ്ടേ നിങ്ങളുടെ കോംബോ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ചേട്ടൻ്റെ ഇവൻ്റെ കോംബോ. നിങ്ങളുടെ സന്തോഷം. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ബ്രദേഴ്സിൽ നിന്നുമാണ് കേക്ക് വാങ്ങിയത്. നേരെ വീട്ടിലെത്തി ആൻസൂട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാക്കി കളറാക്കി. ആരുടെയാണ് ആഘോഷം നടക്കുന്നത് അവരുടെ സന്തോഷമാണ് നമുക്ക് വലുതെന്ന് പറയുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ അരികിലുള്ളതായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ എല്ലാം അവൻ്റെ ഏജിലുള്ള കുട്ടികളൊക്കെ ആയിരുന്നു. ഇവരൊരുമിച്ചാണ് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു. പണ്ടൊക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരൊക്കെ ഓടിപ്പാഞ്ഞ് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കുന്നൊരു കാലമൊക്കെയാണ്. ഇപ്പം പിന്നെ അതൊന്നും അല്ല. ആ ഒരു കാലമൊക്കെ എന്നേ പോയി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ പിള്ളേരെ നമ്മൾ സഹായിച്ചു കേട്ടോ, ഇല്ലെന്നല്ല. എന്നാലും നമ്മൾ കാരണവന്മാരങ്ങ് മാറി നിന്നു. പിള്ളേരുടെ ഒരു ആഘോഷമൊക്കെ അല്ലേ, അതുകൊണ്ട്. പിന്നെ ബലൂണൊക്കെ സെല്ലോ ടേപ്പ് തിരിച്ച് വെച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് പശയുള്ള ഭാഗം മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ബലൂൺ അങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചാൽ മതി എന്നൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുത്തു. പിള്ളേർ അത് ഭയങ്കരമായിട്ട് കണ്ടിഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ആൻസൂട്ടൻ്റെ ബർത്ത്ഡേ പായസം ഇവിടെ റെഡിയാക്കുവാണ് കേട്ടോ. ചേട്ടനായിരുന്നു ബർത്ത്ഡേ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി റെഡിയാക്കിയത്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ആഘോഷമൊക്കെ നടക്കുന്നത്. ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നു, ഞങ്ങൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഒരുമിച്ചപ്പോഴത്തേക്കും ജീവിതം അങ്ങ് കളർഫുള്ളായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ ഞാൻ അധികം ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. കാരണം എനിക്ക് കട്ട് ചെയ്യാനായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ നാച്ചുറലായിട്ട് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഇവിടെ സൗണ്ട് നമ്മൾ ഓഫാക്കിയത് പിള്ളേർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാട്ട് കിട്ടിയാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടി പണി കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ അമ്മച്ചി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റ് ഇടുന്നവർക്ക് അമ്മച്ചിക്ക് കുറച്ച് സുഖക്കുറവാണ്. അതുകൊണ്ട് അമ്മച്ചി ഈ ബഹളവും പാട്ടും എല്ലാം കൂടെ അമ്മ ഭയങ്കര ഇറിറ്റേറ്റഡാണ്. അതുകൊണ്ട് അമ്മച്ചി ഇതാ അവിടെ വാതിലൊക്കെ അടച്ച് അതിനകത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ കേക്ക് മുറിച്ച സമയത്തൊന്നും ഇറങ്ങി വന്നില്ല. പക്ഷേ അമ്മച്ചിയായും വീഡിയോയിൽ കാണാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നമ്മളും പ്രായമാകുമ്പോൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നതോ പിള്ളേർ ഓടുന്നതൊക്കെ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആകാം. പ്രത്യേകിച്ച് പേഷ്യൻ്റാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതാണ്, മെമ്മറി ലോസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അമ്മച്ചി അകത്തങ്ങ് ഇരുന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. വീഡിയോയിൽ എന്താണെങ്കിലും അമ്മച്ചിയെ കാണാൻ പറ്റും. ആൻസൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവൻ്റെ കൂട്ടുകാർ അന്ന് ആദ്യ കുർബാനയ്ക്ക് വീട്ടിൽ വന്ന് അവർ ഓടിയൊക്കെ കളിച്ച് പോയതാണ്. പിന്നെ ബർത്ത്ഡേക്ക് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഇത്രയും സന്തോഷത്തോടു കൂടി നടത്തപ്പെട്ട ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു ഈ തവണത്തേത്. കാരണം ഇത്രയും കൂട്ടുകാരുടെ കൂടെയൊക്കെ ഓടിക്കളിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച്, കൂട്ടുകാർ വെറുതെ ഒന്നും അല്ല വന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കുറേ പടക്കമൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ചും അവർ വന്ന വരവ് തന്നെ അവരെ അറിയിച്ചാണ് വന്നത്. വഴിനീള പടക്കമൊക്കെ പൊട്ടിച്ചാണ് പിള്ളേർ വന്നത്.
അപ്പോൾ ആ കുഞ്ഞു കുരുപ്പ് വരെ എല്ലാ കാര്യങ്ങൾക്കും കൂടിയിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞു കുടുക്ക നമ്മുടെ കാർത്തിക്കിൻ്റെ അനിയനാണ് ഋത്തിക്ക്. അപ്പം അവനും എല്ലാ കാര്യങ്ങൾക്കും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ കണ്ട് ഒന്നിലേക്കോ മറ്റോ ആണ്, പക്ഷെ അത്രയൊന്നും ഇല്ല, കുഞ്ഞാണ്. പിന്നെ അങ്ങനെ പിള്ളേരെല്ലാം വന്ന് ബലൂണൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മൾ കേക്കൊക്കെ എടുത്ത് വെക്കാനും ഉള്ള തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേരങ്ങ് ആഘോഷിക്കട്ടെ എന്ന് ഓർത്ത് അവരുടെ സന്തോഷമാണ്, ആൻസൂട്ടിൻ്റെ സന്തോഷമാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പതുക്കെ അങ്ങ് മാറിയിരുന്നത്. പിന്നെ ക്യാമറ പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവൻ്റെ ഗിഫ്റ്റ് ഒന്നും ഒളിപ്പിക്കാൻ പറ്റപാട് ദൈവം തമ്പുരാന് മാത്രമേ ഗിഫ്റ്റ്. അവൻ്റെ നേരെയാണോ വെക്കണ്ടേ? ആ ഇങ്ങോടെ വെക്കണ്ടേ, ഇങ്ങോടെ വെക്കണ്ടേ. ആ അതിവിടെ വെക്കണം, ഇവിടെ ഒന്ന് വരണം. ഞാൻ 31 ആക്കിയാണ് ചേച്ചി. എടാ ഒന്ന് അപ്പുറത്തൊക്കെ എടുത്താ. എടാ ആൻസ് ഇത് ആരുടെ ബർത്ത്ഡേ? ഇപ്പുറം അവന് 31 വയസ്സല്ല, അവന് 13 നീ ചട്ടുകൊണ്ടിട്ടില്ല. അപ്പൊ ആൻസൂട്ടിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് ഒരാള് മാത്രം അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാളുണ്ട്. അപ്പൊ ബർത്ത്ഡേ ആഘോഷം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്, തുടങ്ങി. ഇനിയിപ്പം കേക്ക് കട്ടിങ് ആണ്. ആൻസൂട്ടിന്റെ കേക്കൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ആൻസ് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയാ, ആൻസിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഈ ഒരു കുഞ്ഞു കുരുപ്പ് വരെ ഉണ്ട് കേട്ടോ. അപ്പൊ കട്ടിയാ കട്ടിയാടാ. ആ എന്നാ ശരി. ഊതല്ലേ? ആ ഊതടാ. അയ്യോ അവന് നാളെ ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് മുറിക്കുക, എന്നിട്ട് തരിക. ഓക്കെ ഓ ഈ അമ്മച്ചി എവിടെടാ? അമ്മച്ചി എവിടെടാ? എടാ കുഞ്ഞു കൊച്ചിന് കൊടുക്കണ ഇച്ചില്ല അതിനങ്ങ കൊടുക്കടാ. പിടിച്ചോ പിടിച്ചോ കഴിച്ചോ. നാളെ എടുക്കാണോ പിള്ളേരെ? ഇതാ എടുത്തോ എടുത്തോ. ശരിക്കും തട്ടിക്കാണോ? ഒരു അവനാരോ മോനറിയാമോ? എടാ ഇതാണടാ ബർത്ത്ഡേ. എടാ എടാ അവിടെ പോയി നിന്ന് ശരിക്ക് കൊള്ളടാ. എടാ പോയി നിന്ന് കൊള്ളടാ അങ്ങോട്ട്. ഇന്ന് നിന്റെ ദിവസാ. എടാ എടാ രണ്ടുപേരും കൂടെ പിടിച്ചങ്ങ് നിർത്തിക്കോ. കണ്ണടച്ചോടാ, അടച്ചോടാ അങ്ങോട്ട്.
അടിപൊളി. ആൻസിന് ജീവിതത്തിൽ അതെ, അവനൊന്ന് കാണിക്കട്ടെ. എടാ നീ ഓടല്ലടാ, അതിലെ ചാടൂടാ, അതിലെ ചാടും. അത് തന്നെ. എടാ ആൻസേ, ഇനി നീ വേഗം പോയിട്ടേ ആ ഷവറിലൊന്ന് നിന്നിട്ട് ഡ്രസ്സൊന്ന് മാറിട്ട് പെട്ടെന്ന് വാ, ഗിഫ്റ്റും കൂടെ തരാം. ആ ചടങ്ങുകൂടെ അങ്ങ് തീർക്കാം. എങ്ങനെയുണ്ട്? അതെ, ആ സോപ്പാടാ. അപ്പനെ പായസം എടുത്തേ, കുഞ്ഞിതൊക്കെ എടുത്തേ വേഗം. വാ, ആ ചൂടൊക്കെ ചെറുതായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. എന്നാ എടുത്തോ. ആൻസേ വാടാ, വാ വിളിച്ചോണ്ട് വന്നോ, കൊച്ചങ്ങൾക്ക് പായസം കൊടുത്തേ. ആൻസ് എടുത്തോടെ വച്ചേ. ആ തല തോർത്തിയില്ലേ? ആ കണ്ടിട്ട് തോന്നണില്ലല്ലോ. തല തോർത്താനൊന്നും അറിയില്ലേ? മറന്നുപോയി ഇതൊക്കെ. കുളിക്കുമല്ലോ കുളിക്കാൻ ഭയങ്കര മടിയാടാ ഇവനെ. കുളിക്കും പക്ഷെ ഭയങ്കര മടിയാ. അതെ, കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടിയത് നിന്റെ നല്ല കാലം. ഇടയ്ക്ക് കുളിക്കുകയെങ്കിലും ചെയ്യാം. എടാ പായസം കുടിക്കടാ. അതെ അതെ, അമ്മയും പാപ്പയും കൂടെ കൂടിയാ ഉണ്ടാക്കിയ. കുടിക്കാം, നീ കുടിക്കാം. നല്ല പായസാണോ കുഞ്ഞിക്കുരുപ്പേ? ഹൃതിക് എന്നല്ലേടാ? ഹൃതിക് ആറാലേ, ഹൃതിക്ക. മറ്റേ ഹൃതിക് റോഷൻ അല്ല, അതിവനാണോ? അവൻ കാർത്തിക് അല്ലേ? കാർത്തിക്. ആ ഇത് കഴിഞ്ഞ ഗിഫ്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുത്തു കൊടുത്തോടാ. നീ അവിടെ നിൽക്കടാ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നീ അവിടെ നിൽക്കുക. അവിടെ പോയി നിൽക്കുക. എടാ നീ അവിടെ നിൽക്കടാ. അത് പാവം പായസം വലിച്ചൊഴിച്ച് കുടിച്ചോണ്ടിരിക്കണം. ആ അവനവിടെ ഒന്ന് കുടിച്ചോ, കുഴപ്പമില്ല. ആ ഓക്കെ. അപ്പം നീ ആൻസൂട്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റ്, കൂട്ടുകാരുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടാ. വാ, അത് കുടിച്ചോ, കൈ പിടിച്ചോ. ആ അത് പിന്നെ പൊട്ടിക്കാം, ഇപ്പൊ പൊട്ടിക്കണ്ട. അതൊക്കെ പിന്നീട്. ആണാ? അത് ശരിയാ, അങ്ങനെയായാലും പഠിക്കട്ടെ. നീ അവിടെ നിൽക്ക. എടാ നീ അങ്ങോട്ട് തിരിഞ്ഞു നിന്നേടാ, നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കട്ടാ. പാപ്പ വാങ്ങിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ. കണ്ണടച്ച് എടാ, കണ്ണടച്ച് നിൽക്കടാ. ആ പോയി. എടാ നീ കണ്ണടച്ച് നിൽക്കടാ. എന്തോന്നടാ ഇത്? എടാ എന്താന്നടാ? അവനോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞേക്കുവാ. എടാ കണ്ണടച്ച് നിൽക്കടാ. കണ്ണടച്ച് നിൽക്കാ. എന്റെ പൊന്നോ, ആൻസർ എടുത്താ പൊങ്ങോ? എടാ ഒരു ഉമ്മ കൊടുക്കടാ. ഇഷ്ടപ്പെട്ടാടാ? ഇഷ്ടപ്പെട്ടാ? അവനിപ്പോ ഒരു കൂട്ടായി ഗേൾഫ്രണ്ട് ആയിട്ട്. 13 വയസ്സായെങ്കിലും 3 വയസ്സായിട്ട് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ടെഡി താഴെ കല്ലി. നീ ഇപ്പൊ വീണു അവിടെ. അത് കട്ടിലേ കൊണ്ട് വെച്ചാലോ, നിന്റെ കട്ടിലല്ലേ? ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ ചേച്ചി, പോസ്റ്റ് ചെയ്യട്ടെ. ഓ സ്വീറ്റ് മമ്മി. ചേട്ടൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മെയ് 9-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചോണ്ടിരുന്നാട്ടോ. അത് പറഞ്ഞപ്പോ ചേട്ടന്റെ പേർക്ക് എനിക്ക് വാങ്ങി തന്നതാണ്. ടോപ്സിയ ടോപ്പ് കടയുടെ 3 ടോപ്പുകൾ. താങ്ക് യു. എന്റെ പൊന്നോ. അപ്പതേ ഇവിടെ പടക്കം പൊട്ടാ. എടാ അപ്പതേ താങ്ക് യു.
പേടിച്ചു പോയ കുഞ്ഞുണ്ണിക്ക് ആദ്യം 2 എടുത്തോ കുഞ്ഞുണ്ണി, 1 എടുത്തോടാ. എടുക്കടാ, എന്തോന്നടാ വേണ്ട, നിന്റെ വയറ് ഫുള്ളായോ? അപ്പോൾ അതേ പിള്ളേർക്കൊക്കെ താങ്ക്സ് ഇട്ടാ, ഇതിൻ്റെ ബർത്ത്ഡേ കളറാക്കിയതിന്. പറയടാ, നീ പറയേണ്ടത് ഞാനാണോടാ പറയണ്ടേ? തീർച്ചയായിട്ടും. അപ്പം താങ്ക് യുടാ. എടാ നേരെ വീട്ടിലേക്ക് പൊക്കോളണം കേട്ടോ, വീട്ടിൽ ചെന്നിട്ട് വിളിക്കണം കേട്ടോ. ആ ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാളെ പൊത്തിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അമ്മച്ചി അങ്ങനെ അമ്മച്ചിക്കൊന്നും ഒന്നായിരുന്നു. അമ്മച്ചി ആ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ? അമ്മച്ചിക്ക് ആ കേക്ക് മുറിച്ചപ്പോ ഒന്ന് നിൽക്കാൻ മേലായിരുന്നോ അവിടെ? ഇതാണ് അമ്മച്ചി, എന്നാ ചുമ്മാ വന്നിരിക്കുമല്ലോ, അല്ലേ എടുത്തുന്നോ? അപ്പൊ ഇനിതാ ഇതിന്റെ ചുമതല മുഴുവൻ ആൻസിനുള്ളതാണ് കേട്ടോ. പെൻ സ്റ്റാൻഡ് അടിപൊളി, അവന് ഉപകരിക്കും. നല്ല ആടാ, അടിപൊളിയാടാ പെൻ സ്റ്റാൻഡ്, നല്ല ആടാ, പിള്ളേരുടെ ഗിഫ്റ്റ് കേട്ടോ, ഉപകരിക്കുന്ന സാധനം. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമായത് ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ പൊട്ടിക്ക ഇനി ഉണ്ടല്ലോ. എനിക്ക് ഇവൻ തന്നാ എന്നാന്ന് ഒന്ന് പൊട്ടിച്ചേരാവോ? ഞാൻ വീഡിയോ പിടിക്കാം. ആൻസ് എനിക്ക് എല്ലാ തവണ ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നതാണേ. ആൻസ് ഡൈയുടെ കവറിലൊക്കെ തന്നിരിക്കുന്നത്. 2 പൊട്ട, ഒരു ക്യൂടെക്സ്, ഒരു പേളിൻ്റെ ഒരു മാല കേട്ടോ, 400 സംതിങ്ങിൻ്റെ ഒരു മാല, ഒരു ക്യൂടെക്സ് അവിടെ. അടിപൊളി, നല്ല മാലയാണല്ലോ, സാരിക്കൊക്കെ ഇടാൻ നല്ലത്. സെലക്ഷൻ ഉണ്ട്. താങ്ക് യു. പിന്നെ ഉണ്ട്, പിന്നെ ഉണ്ട്. ചേട്ടൻ എനിക്ക് 2 ടോപ്പ് എടുത്ത് തന്നു. 3ാമത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. ആ കേക്കായതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. പിസ്താ ഗ്രീന്, ഈ ഒരു പച്ച അങ്ങനെ ഇല്ലാത്തതാണ് എനിക്ക്. ഇത് ചുമ്മാ സാധാരണ ഒരു ഫ്രോക്ക് പോലത്തെ ടോപ്പാണ് കേട്ടോ. എപ്പോഴും ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു ടോപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പോയി, അവസാനം ഞാൻ 2 ടോപ്പ് വാങ്ങിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഒരു ബ്ലാക്ക്, ശരിക്കും കാണുന്നുണ്ടോടാ, ഫേസ് കാണുന്നുണ്ടോ? അപ്പോൾ അതാ ഒരു ബ്ലാക്ക് ടോപ്പ്, പിന്നെ ഒരു ബ്ലൂ, നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ എനിക്ക് ഉണ്ട്, വേറെ ഒരെണ്ണം ഉണ്ട് ഇതുപോലുള്ളൊരു കളർ കോമ്പിനേഷൻ. പക്ഷേ എൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഓവർ കോട്ടുള്ള ഒരു ടോപ്പ് വേണമെന്ന്. എപ്പോഴും ഞാൻ ആ കടയുടെ മുമ്പിൽ കൂടി പോകുമ്പോൾ ചേട്ടാ ടോപ്സിയ ടോപ്പ് കടാ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ടോപ്സിയുടെ 3 ടോപ്പുകളാണ് കേട്ടോ ഇത്. വളരെ മിതമായ നിരക്കിലൊക്കെ കിട്ടുന്ന നല്ലൊരു കടയാണ് ടോപ്സിയ. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ടോപ്പ് എടുക്കുന്നത് ആ കടയിൽ നിന്നാണ് കേട്ടോ. ഓക്കേ, ചേട്ടനെ അറിയാത്ത വന്ന് കാറ്റൊക്കെ കൊണ്ട് കിടക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.